മലപ്പുറത്തെ ഹൈബ്രിഡ് തായ് ഗോൾഡ് കടത്തിൽ തലവനടക്കം 2 പേർ പിടിയിൽ. കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള, കണ്ണൂർ പിണറായി സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത്. ഒരാഴ്ച മുമ്പ് ഈ കേസിൽ എയർപോർട്ട് പരിസരത്തെ ലോഡ്ജിൽ നിന്ന് 45 ലക്ഷത്തോളം വില വരുന്ന ഹൈബ്രിഡ് ലഹരിയുമായി 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന രാജ്യാന്തര ലഹരി കടത്തു സംഘത്തിന്റെ തലവനടക്കം 2 പേരാണ് പോലീസിന്റെ വലയിലായത്. സംഘത്തലവൻ കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള എന്ന ഡേവിഡ്, കണ്ണൂർ പിണറായി പാതിരിയാട് സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. റാഷിദിനെ കണ്ണൂർ പിണറായിയിലെ വീട്ടിൽ നിന്നും ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജാസിർ അബ്ദുള്ളയെ മുംബൈ എയർപോർട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. ഒരാഴ്ച മുമ്പ് കരിപ്പൂർ എയർപോർട്ട് പരിസരത്തെ ലോഡ്ജിൽ നിന്ന് കണ്ണൂർ സ്വദേശികളായ റാമിസ്, റിയാസ് എന്നിവരെ 45 ലക്ഷത്തോളം വില വരുന്ന ഹൈബ്രിഡ് ലഹരി മരുന്നായ തായ് ഗോൾഡുമായി പിടികൂടിയിരുന്നു. വിദേശത്തേക്ക് കടത്താൻ ട്രോളി ബാഗിൽ ലഹരി മരുന്ന് തയ്യാറാക്കുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലാകുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ വയനാട് സ്വദേശിയായ ഡെന്നിയുടെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് വയനാട്ടിലെ ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു. തായ് ഗോൾഡ് എന്നറിയപ്പെടുന്ന 4.8 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ജില്ലയിൽ ആദ്യമായാണ് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. തായ്ലാന്റിൽ നിന്നും ബാങ്കോക്കിൽ നിന്നുമാണ് സംഘം ഹൈബ്രിഡ് ലഹരി സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. കാരിയർമാർ മുഖേന വിദേശത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായവർ. മലപ്പുറം ജില്ലയിലേതടക്കം നിരവധി മലയാളികൾ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജയിലിൽ കഴിയുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളോളം നിരീക്ഷിച്ചാണ് പ്രതികളെ ലഹരിയുമായി പിടികൂടിയത്. വിദേശത്ത് നിന്നും സ്വർണം കടത്താൻ കാരിയർമാരായാൽ നല്ല പ്രതിഫലം നൽകാമെന്ന് പ്രലോഭിപ്പിച്ചാണ് സംഘം ഇരകളെ കണ്ടെത്തുന്നത്. ശേഷം ഇവർ അറിയാതെ ബാഗുകളിൽ ലഹരി മരുന്ന് തയ്യാറാക്കി വിദേശത്തേക്ക് കടത്തുന്നതാണ് രീതി. പിടിക്കപ്പെട്ടവർ വർഷങ്ങളായി ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പിടിയിലായ ഡെന്നി കഴിഞ്ഞ ഫെബ്രുവരി മാസം ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് ഹൈബ്രിഡ് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് കസ്റ്റംസിന്റെ പിടിയിലായിരുന്നു. 2 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും ലഹരി കടത്തിൽ സജീവമാവുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചത്. പിടിയിലായ ഡെന്നി കഴിഞ്ഞ ഫെബ്രുവരി മാസം ബാങ്കോക്കിൽ നിന്നും കേരളത്തിലേക്ക് ഹൈബ്രിഡ് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് കസ്റ്റംസിന്റെ പിടിയിലായിരുന്നു. 2 മാസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും ലഹരി കടത്തിൽ സജീവമാവുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചത്. 24 മലപ്പുറം.